നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ആവേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണ് പടക്കളം. പാലക്കാട്ടെ കോട്ട മൈതാനത്ത് നിന്നുമാണ് പടക്കളം. പാലക്കാടിൻ്റെ പൗരാവലി, രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ വളരെ സജീവമായി നമ്മൾക്കൊപ്പം പതിവ് പോലെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിലേക്കൊക്കെ പോകാം. ഒപ്പം ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ ഒ.കെ. ഫാറൂഖ്, കോൺഗ്രസ് UDF. ശ്രീ നിതിൻ കണിച്ചേരി, CPIM LDF. ശ്രീ പ്രശാന്ത് ശിവൻ, BJP NDA. അത് ഞാൻ ഫാറൂഖിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പാലക്കാട്ടെ ജില്ലാ പേജുകളിലടക്കം MP-മാരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. അതിൽ VK ശ്രീകണ്ഠൻ്റെ MP ഫണ്ടിൽ 3,19,00,000 രൂപ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ ഒരുപാട് തുകകൾ വരുത്തിയവരുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സിറ്റിംഗ് MP അത് പാലക്കാട്ടെ ശ്രീകണ്ഠനാണ്. മറുഭാഗത്ത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മുന്നിൽ നിർത്തി BJPക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ മുന്നണി, ആ മുന്നണികളിൽ ഒരുപാട് പാർട്ടികളുണ്ട്. CPIM-ൻ്റെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ, A. വിജയരാഘവനെ തന്നെ പാലക്കാട്ട് മത്സരിപ്പിച്ച് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ ഈ മണ്ഡലത്തിൽ CPIM LDF ഉയർത്തിപ്പിടിക്കുന്നു കൂടുതലായി. അപ്പോൾ ഇങ്ങനെ രണ്ട് അപ്പുറത്ത് BJP നിൽക്കുകയാണ്. BJP വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കേരളത്തിൽ കാണുന്ന അവരുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അതിനിടയിലാണ് ഒരു സിറ്റിംഗ് MP ഇത്രയധികം തുക ഇപ്പോഴും പെൻഡിങ് വെച്ചിരിക്കുന്നത് എന്ന വാർത്ത ഇന്ന് പത്രങ്ങളിൽ കണ്ടത്. ഇതടക്കം നിൽക്കുന്നൊരു സാഹചര്യത്തിൽ സിറ്റിംഗ് MP എന്നത് നിങ്ങളെ സംബന്ധിച്ച് പാലക്കാട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ ഒരു തടസ്സമാണോ, ഒരു ബുദ്ധിമുട്ടാണോ? ജനങ്ങളുടെ ചോദ്യം നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ആദ്യമായി പാലക്കാട് പാർലമെൻറ്റിൽ 2019 ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹം MP മത്സരിക്കുന്ന സമയത്ത് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താണ് എന്ന് പലവരും പ്രവചിച്ചപ്പോഴും ആ പ്രവചനത്തിനെല്ലാം തട്ടി നീക്കിക്കൊണ്ട് 1-ാം സ്ഥാനത്തായി പാലക്കാടിൻ്റെ MP ആയി കടന്നു വന്ന ആളാണ് ശ്രീ VK ശ്രീകണ്ഠൻ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, ഇവിടെ MP-യുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. MP-യുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഒരു കാര്യം നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒന്നുണ്ട്. കഴിഞ്ഞ MP ആയിരുന്ന ഇവിടുത്തെ മുൻ MP ശ്രീ MB രാജേഷ് അദ്ദേഹം ലാപ്സാക്കിയ 2 കോടി രൂപ അത് ശ്രീ VK ശ്രീകണ്ഠൻ്റെ ശ്രമഫലമായി അതുകൂടി ഇവിടെ കൊണ്ടുവന്ന് വികസനത്തിൽ എത്തിച്ച MP-യുടെ പേരാണ് ശ്രീ VK ശ്രീകണ്ഠൻ എന്ന് അടിവരയിട്ട് ആദ്യം ഞാൻ പറയുകയാണ്. പിന്നെ പറയുന്നു MP-യുടെ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചോ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MP ആയതിനു ശേഷം 2 വർഷം MP-യുടെ ഫണ്ട്, MP-യുടെ ആസ്തി ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ലാതെയാക്കി. എന്നിട്ട് പോലും ഏറ്റവും നന്നായി ആ ഫണ്ടുകൾ വിനിയോഗിച്ച് 97% വിനിയോഗിച്ചു. അത് മുഴുവൻ പണി പൂർത്തീകരിച്ചു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർ, ജില്ലാ കളക്ടറും ചില ഉദ്യോഗസ്ഥന്മാരുടെയും ചില പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ആ പദ്ധതികളെല്ലാം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും MP പരിപൂർണമായി അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് അത് പറയുമ്പോൾ കേരളത്തിൽ തന്നെയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. കോട്ടയത്ത് തോമസ് ചാഴികാടൻ 100% ഫണ്ട് വിനിയോഗിച്ച MP ആയി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ ഇനി 2 ലക്ഷം രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് 3,19,00,000 കണക്ക് പാലക്കാട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ അതൊക്കെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മാത്രമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ ഫണ്ട് വെക്കുന്നതിൻ്റെ പൂർണ്ണമായ ചുമതല MP-ക്കാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ ചില അനാസ്ഥകൾ വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഫണ്ടും പൂർണ്ണമായും തന്നെ വിനിയോഗിക്കുകയാണ്. ഒരു ഭയവും വേണ്ട. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് തന്നെ ആ ഫണ്ടും പൂർണ്ണമായി ഇവിടെ വിനിയോഗിക്കും. പാലക്കാടിൻ്റെ മണ്ണിൽ ഒരിക്കൽ കൂടി പറയുന്നു, പോളിറ്റ് ബ്യൂറോ അംഗമല്ല. അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോട് കൂടി അറിയാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിതിൻ, എങ്ങനെയുണ്ട് UDF-ൻ്റെ പ്രതിനിധിയുടെ തൊട്ടടുത്ത് നിന്നുള്ള ആത്മവിശ്വാസം? എങ്ങനെയുണ്ട് സിറ്റിംഗ് MP എന്ന നിലയിൽ VK ശ്രീകണ്ഠൻ്റെ പെർഫോമൻസിനെ, പ്രകടനത്തെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ? CPIM പൊളിറ്റ് ബ്യൂറോ അംഗത്തെ പാലക്കാട്ട് അവതരിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPIM-ൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വേദിയായിട്ടുള്ള പൊളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ഏക അംഗമാണ് അദ്ദേഹം. വിജയരാഘവൻ്റെ മത്സരത്തിലൂടെ, സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്താണ് LDF പാലക്കാട്ടെ ജനതയോട് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ്
ലോക്സഭയിലേക്ക് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ ചർച്ചാ വിഷയം. നമ്മുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും അത് തന്നെയാണ്. 10 വർഷമായി അധികാരത്തിലുള്ള മോദി സർക്കാർ, ആ മോദി സർക്കാരിൻ്റെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ, അതിൻ്റെ ഭാഗമായി രാജ്യത്തുണ്ടായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കുന്നത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി 5 വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന BJPയുടെ RSSൻ്റെ നിലപാടുകൾ, ഇതിനെതിരായിട്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് വളരെ ഗൗരവത്തോടു കൂടിയാണ് CPIM ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതമായ രാഷ്ട്രീയ സമിതിയിലുള്ള PB അംഗത്തെ തന്നെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നെ PB സഖാവ് വിജയരാഘവേട്ടൻ മത്സരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫാറൂഖ് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരായിരുന്ന നേതാവിനെ 1989 ഈ പാലക്കാട് മുട്ടുകുത്തിച്ച ചരിത്രമുള്ളയാളാണ് സഖാവ് വിജയരാഘവൻ. പാലക്കാട് വീണ്ടും അത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫാറൂഖ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, MP-മാരുടെ ഫണ്ട്, ഒരു MP എന്താണ് ചെയ്തത്, തിരഞ്ഞെടുക്കപ്പെട്ട 5 വർഷം ഒരു MP എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് MP ഫണ്ടിൻ്റെ വിനിയോഗം. ഇപ്പോൾ ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്. പാർലമെൻ്റ് എന്നടിച്ചാൽ, ലോകസഭയിലേക്ക് പോയാൽ VK ശ്രീകണ്ഠൻ എന്ന് അടിച്ചു കൊടുത്താൽ അറ്റൻഡൻസ് എത്ര തവണ പോയി, എന്തൊക്കെ പറഞ്ഞു, എത്ര പ്രസംഗം നടത്തി, എല്ലാ കാര്യവും കിട്ടും. പിന്നെ അദ്ദേഹം പറഞ്ഞ് നേരത്തെ MP ആയിരുന്ന MP രാജേഷ് ലാപ്സാക്കി എന്ന് പറഞ്ഞു. MP രാജേഷ് ലാപ്സാക്കുകയല്ല, 100% വിനിയോഗിച്ചു എന്ന് മാത്രമല്ല, ആ വിനിയോഗിച്ചതിൽ 2 കോടിയുടെ പദ്ധതികൾ അവസാനം ഉദ്ഘാടനം ചെയ്തത് ഈ പറഞ്ഞ VK ശ്രീകണ്ഠനാണ്. നിങ്ങൾ നോക്കൂ, ഇതാ ഈ പരിപാടി നടക്കുന്ന കോട്ടമൈതാനത്ത് നമ്മുടെ തൊട്ടുപുറകിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ആ കാണുന്ന ഓപ്പൺ ജിംനേഷ്യം MP രാജേഷിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ പാലക്കാട്ട് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒന്ന് ഈ ഫാറൂഖിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഈ പാലക്കാട് നഗരത്തിൽ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാഗമായി വെച്ച ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇത് MP ഫണ്ടിൽ ആകെ 7 കോടി 20 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ 17ാം ലോകസഭയിലുള്ള ഓരോ ലോകസഭാ അംഗത്തിനും കിട്ടിയത്. 7 കോടി 20 ലക്ഷം രൂപയാണ്. അതിലാണ് ഏതാണ്ട് 3.5 കോടി ബാക്കി. ഏറ്റവും കുറവ് ചെലവഴിച്ച ആളാണ് VK ശ്രീകണ്ഠൻ, തൊട്ടപ്പുറത്ത് ആലത്തൂരുള്ള കോൺഗ്രസിൻ്റെ MP. അപ്പോൾ MP എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വവും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു പോയ 5 വർഷങ്ങൾ ഈ പാലക്കാട്ടെ ജനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും. ആ വിധിയെഴുതുമ്പോൾ സിറ്റിംഗ് MP-യുടെ പരാജയം പാലക്കാട് കണ്ട ഏറ്റവും ദയനീയമായ പരാജയത്തിനായിരിക്കും അദ്ദേഹത്തിന് സാക്ഷിയാകേണ്ടി വരിക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷം ഉയർത്തുന്നത്. പ്രശാന്ത്, മോദി സർക്കാരിനെതിരായി കേരളത്തിനകത്ത് പൊതുവിൽ ഉയരുന്ന ശക്തമായ രാഷ്ട്രീയ വികാരം എന്നത് പാലക്കാട്ടും നിങ്ങൾക്കൊരു പ്രതിബന്ധമല്ലേ? സിറ്റിംഗ് MP-യുമായി ബന്ധപ്പെട്ടാണ് കാര്യമായി ഇവിടെ ചർച്ച ഉയർന്നത്. നിങ്ങളുടെ പ്രചാരണത്തിൽ കൃഷ്ണകുമാറിൻ്റെ ഒരു വിജയം എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ സിറ്റിംഗ് MP-യുടെ പ്രകടനം എന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നിട്ടുണ്ടോ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നേരത്തെ സൂചിപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച്. ഞങ്ങൾ 2019 തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്തുമെന്ന്. ഞങ്ങളത് നടപ്പിൽ വരുത്തി. ഞങ്ങളിവിടെ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. വേണമെങ്കിൽ എണ്ണി ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ചർച്ചയിലേക്ക് അത് പിന്നാലെ കൊണ്ടുവരാം. റൈറ്റ്, ആമുഖമായി നേതാക്കൾ പറഞ്ഞു വെച്ചത്, മുന്നണി വക്താക്കൾ പറഞ്ഞു വെച്ചതാണ്. ഇതിൽ നിന്ന് ഇവരുടെ കൂടി അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കേട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത റൗണ്ടിലേക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ അടുത്ത റൗണ്ടിലേക്ക് വരാം. എവിടെ നിന്നാണ് തുടങ്ങുക? ആദ്യം BJPയോട് തന്നെ ചോദിക്കാം. കേരള പദ്ധതി കേരളത്തിന് കിട്ടേണ്ടത് ഞങ്ങൾ മുടക്കുമെന്ന് പറഞ്ഞ ഒരു സംസ്ഥാന നേതൃത്വം ആണ് BJP. അങ്ങനെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുടക്കും എന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ നിങ്ങൾക്കത് എന്താണ് നേടാനുള്ളത്, അതിനെക്കുറിച്ചൊന്ന് പറയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഇതിൽ ഇപ്പോൾ നേരത്തെ വികസനം കൊണ്ടുവന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ ഉൾപ്പെടെ വില 450 രൂപ ഉണ്ടായിരുന്നത്
ഇന്ന് 900 രൂപയാണ്. ഇപ്പോൾ ഇലക്ഷനുമായി മുന്നോടിയായിട്ട് ഒരു 100 രൂപ കുറയ്ക്കുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില, ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. ഒരു യുവാവ് എന്ന നിലയ്ക്ക് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിവർഷം 2 ലക്ഷം തൊഴിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു മോദി. ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ മാത്രമായി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനോട് ഇപ്പം നിതിനേട്ടൻ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. ഞാൻ പാലക്കാട് നഗരത്തിലുള്ളതാണ്. ഈ പാലക്കാട് നഗരത്തിൽ ഒന്നെടുത്ത് കാണിക്കാൻ പറ്റുമോ MP ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്? മുനിസിപ്പൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഴയ മുനിസിപ്പൽ സ്റ്റാൻഡ് എത്ര തന്നെയായിരുന്നു, ഇപ്പൊ തീപ്പെട്ടി കൊണ്ട് എന്തോ എന്ന് തീപ്പെട്ടിന്റെ പെട്ടി അടുക്കി വെച്ച പോലെയുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അവിടെ പണിചെയ്തിരിക്കുന്നത്. അതല്ല, ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ യുവാക്കളായിട്ട് ഒരു രൂപ പോലും അനുവദിക്കാതെ ഇവിടെ ടൗൺ ഹാൾ ഉണ്ട്, ആ ടൗൺ ഹാളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കളിസ്ഥലമായിട്ടുള്ള യുവാക്കളുടെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം MP എന്ന നിലയ്ക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടോ? 4 സ്കൂളിലേക്ക് 4 ബസ് ചുരുക്കി വരൂ. ഒന്ന് അദ്ദേഹം ചോദിച്ചു, എത്രയോ കാലമായി കിടക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിന് 2 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടിട്ടില്ലെന്ന് പോയി നോക്കൂ. 2, കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വിദഗ്ധ ചികിത്സക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് കൈയടിക്കേണ്ട, നിങ്ങൾ കേട്ടാൽ മതി, 1 കോടി രൂപ വെന്റിലേറ്ററിന്. കണ്ണാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം OP കെട്ടിടത്തിന് 25 ലക്ഷം. മങ്കര പോലീസ് സ്റ്റേഷന് പഞ്ചായത്ത് ഹെൽത്ത് സെൻറ്റർ കെട്ടിട നിർമ്മാണത്തിന് 35 ലക്ഷം. മണ്ണാർക്കാട് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ICU ഡയാലിസ് സെൻറ്റർ കെട്ടിടത്തിന് 1 കോടി. അതുപോലെ അട്ടപ്പാടിയിലെ പ്രത്യേക സാഹചര്യം അറിയാം. അട്ടപ്പാടിലെ ഊരുകളിൽ നിന്നും എത്രയോ മൈലുകൾ നടന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരു മൊബൈൽ ICU ആംബുലൻസ് 35 ലക്ഷം രൂപ ചെലവഴിച്ച് ശ്രീ MP ആണ് അവിടെ കൊടുത്തത്. ശ്രീകണ്ഠൻ എന്ന MP സൃഷ്ടിപരമായി പെരുമാറിയോ? ചോദ്യം ഇതാണ്. MP ഫണ്ട് എല്ലാ MP മാർക്കും കിട്ടും. ഒരു ലോക്സഭാ മണ്ഡലത്തിന് പാകമാകും വിധം സൃഷ്ടിപരമായി അദ്ദേഹം പെരുമാറിയോ? നിതിന് മറുപടിയായോ? ഈ ഫാറൂഖ് വായിക്കുന്നത് MP ഫണ്ട് അനുവദിച്ചല്ല, MPയുടെ ആഗ്രഹം. MP ആഗ്രഹത്തിന് വേണ്ടി എഴുതി കൊടുത്ത സാധനമാണ്. നോക്കൂ ഫാറൂഖ്, ഒരു കാര്യം ഫാറൂഖ് മനസ്സിലാക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഫാറൂഖ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഫാറൂഖ്, ഒന്നാമത് ഫാറൂഖ് വരുന്നത്, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഫാറൂഖ് വരുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തൃത്താലയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയില്ല. ഞങ്ങൾ ഈ പാലക്കാടുള്ളവരാണ്. നോക്കൂ, ഞാൻ പറയുന്നത് ഇതൊക്കെ MPയുടെ ആഗ്രഹം. ഇത്രയൊക്കെ കൊടുക്കണം, വെന്റിലേറ്റർ കൊടുക്കണം, ആംബുലൻസ് കൊടുക്കണം, മെഡിക്കൽ കോളേജ് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും കളക്ടറേറ്റിൽ എഴുതി കൊടുത്ത് ഈ കാര്യം അല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം MP എന്ന നിലയിൽ അത് അറിയാത്തത് കൊണ്ടാണ്. ഒരു MP ഒരു നിർദ്ദേശം വെള്ള പേപ്പറിൽ എഴുതി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ ആ കൊടുക്കുന്നത് നടപ്പിലാകാൻ നമ്മുടെ നാട്ടിൽ അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ പുറകിൽ നിന്നത് ചെയ്യിക്കാൻ ഈ MPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ഫാറൂഖ് വെള്ള പേപ്പറിൽ വായിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞുള്ളത് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിക്കോ. നിങ്ങൾ നോക്കിയാൽ 7 കോടി 20 ലക്ഷത്തിൽ ഇപ്പോഴും 3.5 കോടി ചെലവഴിക്കാത്ത MPയുടെ പേരാണ് പാലക്കാട്ട് MPയുടേത് കിടക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾ അത് പറയണ്ട. പിന്നെ ഇവിടെ വികസനത്തെ കുറിച്ച് പ്രശാന്ത് ശിവൻ പറഞ്ഞു. പ്രശാന്ത് ശിവ, നിങ്ങൾ വികസനം നടത്തുമ്പോൾ പാലക്കാട് 291 ഏക്കർ ഭൂമി റെയിൽവേയുടെ കയ്യിൽ കിടക്കുന്നു. നിങ്ങളുടെ വലിയ നെഞ്ചളവുള്ള നേതാവ് അമിത്ഷാ കഞ്ചിക്കോട് വന്ന് 2019 പറഞ്ഞു, ഞങ്ങൾ പാലക്കാട് കോച്ച് ഫാക്ടറി കൊണ്ടുവരും. എന്തു പറ്റി? കോച്ച് ഫാക്ടറി നിങ്ങൾ നൽകുമോ? അപ്പൊ പാലക്കാട്ടുകാരോട്, ഈ പാലക്കാടിനോട്, കേരളത്തോട് BJP കാണിക്കുന്ന രാഷ്ട്രീയ ശത്രുത, ആ രാഷ്ട്രീയ ശത്രുതയാണ് നിങ്ങളിപ്പോൾ ഇവിടെ അട്ടഹസിച്ച് പറഞ്ഞല്ലോ കേരളയിൽ കിട്ടാതാവുന്നതിന് കാരണം. കേരളയിൽ മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മുകളിൽ പ്രശാന്ത് ശിവന്റെ പാർട്ടി RSSും BJPയും രാഷ്ട്രീയമായി നടത്തുന്ന കരുനീക്കങ്ങൾക്കെതിരായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ പോകുന്നത്. പാലക്കാട് കേരളിനെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിൽ വരില്ല. ഇനി നിങ്ങൾ മോദി സർക്കാരിനെ
ഈ റെയിൽവേ പദ്ധതി പ്രശാന്ത്, സമാനമായ പദ്ധതികൾ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തോട് മാത്രം നിങ്ങൾ വിയോജിപ്പിന്റെ പുറത്ത് അകറ്റി നിർത്തുന്നു. കേരളത്തിലെ ആവശ്യമായിട്ടുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള വികസനമാണ് വേണ്ടത്. ആ വികസനവുമായി നിങ്ങൾ മോദിജിയെ ചെന്ന് കണ്ടോളൂ. ആ പദ്ധതികൾ നടപ്പിൽ വരും. ഇനി കേരളത്തിൽ നടപ്പിൽ വരുത്തി ഒരു മിനിറ്റ് ഇവിടെ കേരളത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയ അയിത്തമാണ് ബിജെപിക്ക് കേരളത്തിനോടെന്ന് പറഞ്ഞു. കേരളത്തിൽ മാത്രം 1,66,000 പേർക്ക് PMAY പദ്ധതി പ്രകാരം വീട് നൽകിയിട്ടുണ്ട്. നിങ്ങളോട് ഒരു ചോദ്യം വരുന്നു. ഒരു സെക്കൻഡ് പൂർണ്ണമാക്കട്ടെ. കേരളത്തിൽ മാത്രം ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 34,60,000 കുടുംബങ്ങൾക്കാണ് സൗജന്യ കുടിവെള്ള പദ്ധതി എത്തിച്ചിട്ടുള്ളത്. കേരളത്തിൽ മാത്രം PM ഉജ്വൽ യോജന പദ്ധതി പ്രകാരം 3,41,000 പേർക്ക് ഗ്യാസ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞു ഇവര് വികസനത്തിന്റെ കാര്യം പറഞ്ഞു. വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ അല്ലേ? BJP സർക്കാർ ഭരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇവിടെ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരു പ്രക്ഷോഭം നടന്നു. ഇവരുടെ പ്രധാനമന്ത്രി, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടേക്ക് പോയിട്ടില്ല, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അതിലേറെ നാണക്കേടെന്നു പറഞ്ഞാൽ ലോക ജനതയ്ക്ക് തന്നെ നാണക്കേടായിട്ട് കൂട്ടബലാത്സംഗത്തിനിരയായ കുറേ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അതിനുശേഷം തൃശ്ശൂർ പോലെയുള്ളൊരു ഏരിയയിൽ ഇവരുടെ പാർട്ടിയുടെ പരിപാടിക്ക് സ്ത്രീകളിനെ നാരീശക്തി എന്ന് പറഞ്ഞിട്ട് ഘോര മുളുപ്പില്ലാതെ പ്രസംഗിക്കുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ആദ്യം ഇവരെ കൊണ്ട് ചോദിക്കണം. രണ്ടാമത്തെ ചോദ്യം കോൺഗ്രസ്സുകാരനോട്. ഞാൻ ചെറുപ്പത്ത് തൊട്ട് ഇവിടെ നിന്ന് ജനിച്ചു വളർന്ന ഒരു പാലക്കാടുകാരനാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് മൊത്തം അറിയാം. ഒരു മുനിസിപ്പൽ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അത്രയും വലിയൊരു കെട്ടിടമായിരുന്നു. ആ ഒരു കെട്ടിടത്തിന് ഇപ്പോൾ നാണം കെടുത്തുന്ന രീതിയിൽ 2 സ്റ്റോപ്പ് പെട്ടി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ, ബസ് സ്റ്റാൻഡ് കെട്ടിവെച്ചിരിക്കുന്നത് പോലുള്ള ആംഗിളിൽ കെട്ടിവെച്ചിട്ട് ഇത് വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് അംഗീകരിക്കുമോ? പാലക്കാടിൽ ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. ഇങ്ങനെ ഒരു MP ഇവിടെ ഉണ്ടായിട്ട് ഈ ഫണ്ട് മൊത്തം ലാപ്സ് ആക്കി കളഞ്ഞിട്ട് വെറുതെ കണ്ണടച്ചിരിട്ടാക്കിയാൽ ആരും മനസ്സിലാക്കില്ല. ഇങ്ങനെ ഒരു MP ഈ പാലക്കാടിന് ആവശ്യവുമില്ല. ഫാറൂഖ്, ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം മണിപ്പൂരിൻ്റെ വിഷയമാണ്. ആ മണിപ്പൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നടന്ന നരഹത്യ, ആ നരഹത്യ നടന്നത് BJPയുടെയും സംഘപരിവാർ ശക്തികളുടെയും അവർ നടത്തിയ കൂട്ടക്കൊലയാണ്. ആ കൂട്ടക്കൊല നടന്നപ്പോൾ അവിടെ ബാൻ ചെയ്തു, ആരും വരാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ആ മണിപ്പൂരിൽ അശാന്തി പടർന്ന മണിപ്പൂരിൻ്റെ മണ്ണിലേക്ക് ശാന്തിയുടെ മന്ത്രധ്വനികളുമായി കടന്നു വന്നത് മതേതരത്വത്തിൻ്റെ നായകൻ ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. അദ്ദേഹത്തെയും അവിടെ തടുത്തു നിർത്തിയപ്പോഴും അദ്ദേഹം അങ്ങോട്ട് കടന്നുപോയി. ഇനി നിങ്ങൾ മണിപ്പൂർ പറയുമ്പോൾ ഈ കേരളത്തിലെ വയനാട് പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 22 വയസ്സുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കോൺഗ്രസിന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചത് മണിപ്പൂർ വിഷയം ചോദിച്ചത് BJPയോടാണ്. സുഹൃത്തേ, നിങ്ങളെ താമര കൈക്കുമ്പിളിനുള്ളിൽ വിരിയിക്കാനാണോ നോക്കുന്നത്? നിങ്ങളെ കൈപ്പത്തിക്കുള്ളിൽ താമര വിരിയിക്കാനാണോ നോക്കുന്നത്? മണിപ്പൂരിന്റെ വിഷയം വ്യക്തമായി മണിപ്പൂരിന്റെ വിഷയം പ്രതിപാദിച്ചതിന് ശേഷമാണ് മണിപ്പൂരിൽ നടന്ന നരഹത്യ. അല്ല, സിദ്ധാർത്ഥന്റെ മരണത്തിന് ഒന്നാമത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനല്ലേ? മറുപടി പറയൂ. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഒന്നാമത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ? കേരളത്തിന്റെ പൊതു നിലപാട് എന്താണ്? ഒരു പ്രതിയും ആ കേസിൽ ഞാനൊരു കൃഷിക്കാരനാണ്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നെൽകൃഷിക്കാരുടെ താങ്ങുവില എത്രയാണ് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കുക. കേരളത്തിൽ 28 രൂപ 20 പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നെല്ലിന് താങ്ങുവില എന്താണെന്ന് പ്രഖ്യാപിക്കുക. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃഷിക്കാർക്ക് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കേരളത്തിൽ തികച്ചും സൗജന്യമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് KSEBക്ക് കൃഷിക്കാർക്ക് വേണ്ടി സർക്കാർ അടയ്ക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ? ഒന്ന്
ശക്തമായ താരതമ്യമാണ് പറഞ്ഞു വെച്ചത്. പാലക്കാടിൻ്റെ മണ്ണിൽ നെൽകർഷകൻ്റെ നിലപാടും അവൻ്റെ പ്രശ്നവും പ്രധാനമാണ്. അവന് കിട്ടുന്ന നേട്ടം അവതരിപ്പിച്ചുകൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രശാന്ത് നിങ്ങളോടാണ് ചോദ്യം. ഇവിടെ 2-3 കാര്യങ്ങൾക്ക് മറുപടി അല്ല, പറയാം. സർക്കാരില്ല. ശരിയാ. അല്ല രാജ്യത്ത് എവിടെയെന്ന് ചോദിച്ചാൽ രാജ്യത്ത് വേറെ സർക്കാരില്ല, അതാണ് പ്രശ്നം. പ്രശാന്ത്, ഇവിടെ നൽകാത്തോണ്ടാണ് ഇവിടെ 2-3 കാര്യത്തിന് മറുപടി പറയാനുണ്ട്. നേരത്തെ മണിപ്പൂരിൽ പറഞ്ഞു, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു, രാജ്യം ചർച്ച ചെയ്തു. അതിനുശേഷം എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചത് എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം വ്യക്തമാണ്. അവിടെ പെടക്കല്ലേ മറുപടി പറയുന്നുണ്ട്, പെടക്കല്ലേ മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിച്ചാല് മറുപടി പറയാനുള്ള അവസരം നൽകണം. മണിപ്പൂർ ഉണ്ടാക്കിയ ഒരു വേദനയും ഇതുവരെ ഉണങ്ങിയിട്ടില്ല, മാറിയിട്ടില്ല. ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം 1949 മുതൽ BJP രൂപീകരിക്കുന്നതിന് മുൻപുണ്ടായ വിഷയത്തെ ഇവിടെ കേരളത്തിലെത്തുന്ന സമയത്ത് അത് ബോധപൂർവം അതിനകത്ത് മതം കലർത്തിക്കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ RSS വിഷയമാക്കി മാറ്റുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും തെറ്റായ ആരോപണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്നത് 2011-നും 2017-നും ഇടയിൽ മാത്രം സ്ത്രീകളടക്കം വലിയ നിലയിൽ ആക്രമിക്കപ്പെട്ടു. മണിപ്പൂരിലെ അവിടെ BJP അധികാരത്തിന് വരുന്നതിന് മുമ്പുള്ള കണക്കാണ്. ക്യാമറ വേണമെങ്കിൽ സൂം ചെയ്തു. നാളിതുവരെ ഉണ്ടാകാത്തതിലും അപ്പുറമുള്ള ഭീതിതമായ ആക്രമണമാണ് പ്രശാന്ത് ഇത്തവണ മണിപ്പൂരിൽ കണ്ടത്. അല്ല, പ്രധാനമന്ത്രി ഒന്ന് അപലപിച്ചോ? അതിനെന്താ പ്രധാനമന്ത്രി തയ്യാറാവാത്തത്? ഇവിടെ അത് പറയൂ. മണിപ്പൂരിൽ എന്ന് വെച്ച് പ്രധാനമന്ത്രിക്ക് ഒരു റോളില്ലേ? അദ്ദേഹം ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ വലിയ തോതിൽ മരണം സംഭവിക്കുന്നു, ഒരു ഗോത്ര വിഭാഗത്തിൽ വംശഹത്യ സംഭവിക്കുന്നു. ഇടപെടേണ്ടയാൾ താങ്കൾ പറഞ്ഞ പ്രധാനമന്ത്രിയല്ലേ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയം നമ്മൾ കണ്ടതല്ലേ? എത്രയോ ദിവസങ്ങൾ നിന്ന് കത്തി. നിരവധി ആളുകളെ 2011-നും 2017-നും ഇടയിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും പൊന്താത്ത രോഷം ഇവിടെ BJP-യുടെ നരേന്ദ്രമോദി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലിശമായ ആരോപണങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കുകയാണ്. ഇവിടെ മണിപ്പൂരാണോ ബാലിശം? പ്രശാന്ത്, മണിപ്പൂർ ബാലിശമാണോ? ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നരേന്ദ്രമോദി എന്ന കാക്കിനിക്കരട്ട് RSS-കാരൻ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നരേന്ദ്രമോദി ഇരുന്നാൽ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. ഇന്ത്യയുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. രണ്ട് തരത്തിലാണ് ഈ പ്രശ്നം. മണിപ്പൂരിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നോക്കൂ, ഈ വിഷയം പ്രശാന്തിന് പറയാം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. രണ്ട് തരത്തിൽ, അതായത് അമിത്ഷാ നയിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ പരാജയം ചർച്ച ചെയ്യുകയും പ്രധാനമന്ത്രി പോകാത്തതും അപലപിക്കാത്തതും വലിയ ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ. നിതിനാട്ടിനോട് 3 വർഷമായി ഒരു പാലത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് ഇറക്കി ഒരു കാലുനാട്ടിൽ പോയിട്ട് ആ പദ്ധതി പോലും ഇന്ന് ആവിഷ്കരിക്കുവാനോ അതൊന്ന് ഉദ്ഘാടനത്തിനെത്തിക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ എന്ത് ഉറപ്പിന്റെ പേരിലാണ് പാലക്കാട്ടിലെ ജനങ്ങൾ CPM വോട്ട് ചെയ്യേണ്ടത്? ശരി, ഒരു ചോദ്യം കൂടി. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നേരിട്ടുള്ളൊരു ചോദ്യമാണല്ലോ, എന്താണ് MSP എന്ന് പറഞ്ഞാൽ അറിയോ? എങ്ങനെയാണ് ഈ താങ്ങുവില വന്നതെന്നറിയോ? എങ്ങനെയാണ് താങ്ങുവില വന്നത്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം, ആ പാസാക്കിയതിൽ BJP-യുടെ കേന്ദ്ര സർക്കാർ ഈ താങ്ങുവില കേരളത്തിന് നൽകാതെ, സപ്ലൈകോയ്ക്ക് നോഡൽ ഏജൻസിക്ക് നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പാലക്കാട് ഉൾപ്പെടെയുള്ള കൃഷിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താങ്ങുവില കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? അത് BJP ഭരിക്കുന്ന ഗുജറാത്ത് അല്ല. 28 രൂപ 20 പൈസ നെൽകൃഷിക്കാർക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ കൊടുക്കുന്നുള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേര് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്നാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പോയി ചോദിക്കുക. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞു ഈ രാജ്യത്തിനകത്ത് വികസനത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന് പിന്നെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ഈ പാലക്കാട് നഗരസഭ, നമ്മളൊക്കെ ഈ പാലക്കാടാണല്ലോ കൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ പാലക്കാട് BJP ഭരണം വന്നതിന് ശേഷം പൊളിക്കാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ? ടൗൺ ഹാള്
പൊളിച്ചു, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു, സ്റ്റേഡിയം പൊളിച്ചു, കോട്ട മൈതാനം പൊളിച്ചു. പൊളിക്കാത്ത ആകെ ഒന്നുള്ളത് BJPയുടെ ചില നേതാക്കളുടെ അഹങ്കാരമല്ലാതെ വേറെ ഒന്നും പൊളിച്ചിട്ടില്ല. അവർ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുനിസിപ്പൽ ചെയർപേഴ്സണെ മാറ്റി വേറൊരാളെ വെക്കാൻ BJPയുടെ കാലുവാരൽ നാടകങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായത്. ഈ രാജ്യത്തിനകത്ത് ഈ BJPയെ ജനം നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാലക്കാടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ വിധിയെഴുത്താണ് നടത്തുക. ആ വിധിയെഴുത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കേരളത്തിലെ ജനം ഉത്തരം കൊടുക്കുമ്പോൾ, ഈ പാലക്കാട്ടെ ജനം ഉത്തരം കൊടുക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് BJPക്കെതിരായി കോൺഗ്രസിനെതിരായി വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. എനിക്ക് പാലക്കാട് നിന്ന് ജയിച്ച MP VK ശ്രീകണ്ഠൻ നറുക്കിട്ട് ജയിച്ചൊന്നല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചാണ്. അതുകൊണ്ട് MP ആണ് പാലക്കാട് MP. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് 2 കോടി രൂപ അനുവദിച്ചു. ബസ് സ്റ്റാൻഡ് ടെർമിനലിന് അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ്, മുനിസിപ്പാലിറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ 2 കോടി അനുവദിച്ചത്. 2 കോടി. ഒരു മിനിറ്റ്, പ്രശാന്ത് ശിവൻ എന്റെ സുഹൃത്തിനോടാണ്. അനുവദിച്ചാൽ മതിയോ? അത് മാത്രമല്ല, അനുവദിച്ചു, പണി നടന്നു, പണി പൂർത്തീകരിച്ചു. അത് 2 കോടി പോരാതെ 26 ലക്ഷം രൂപ കൂടെ വെച്ചു. 226ന്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് കത്ത് സെക്രട്ടറി കൊടുത്ത് ഉദ്ഘാടന സമയമായി. അപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കലക്ടർക്ക് ഒരു കത്ത്, ഇതിന്റെ ശൗചാലയവും മറ്റും നിർമ്മാണം പൂർത്തിയായിട്ടില്ല, ഉദ്ഘാടനത്തിന് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. പണി പൂർത്തീകരിച്ചു. 2 കോടി 26 ലക്ഷം കൊടുത്തു. ശ്രീകണ്ഠന്റെ ഫണ്ട്, MP ഫണ്ട് കൊടുത്ത് അത് പണി പൂർത്തീകരിച്ചു. ഉദ്ഘാടനം തടസ്സപ്പെടുത്തി. ഇവിടെ ഒരു ചോദ്യം അല്ല, ഞങ്ങൾ 3 പേര് കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ചുരുക്കി പ്രശാന്ത്, വളരെ ചുരുക്കം. എങ്കിലും ഇവർക്ക് 2-3 പെട്രോളിന് ഇരട്ടി വില എന്ന് പറയണേ. പെട്രോളിന് ഇരട്ടി വില എന്ന് പറയണേ. ഇവിടെ ഒരു സാധനം 10 ഇരട്ടി വിലക്ക് വിൽക്കുന്നുണ്ട്. 40% കുടുംബങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടാണ് വിൽക്കുന്നത്. പെട്രോളിന്റെ വിലയാണ് ജോർജ് ചേട്ടാ നമ്മുടെ പ്രശ്നം. പെട്രോളിന്റെ വില 45 രൂപയുണ്ടായിരുന്ന പെട്രോളിന്റെ വില നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ 108 രൂപയായി. 400 രൂപയായിരുന്ന ഗ്യാസിന്റെ വില 1000 രൂപയായി വർദ്ധിച്ചു. ആ വർധനവിന് എന്ത് ന്യായീകരണം എന്നുള്ളതാണ് ചോദ്യം. ആ ന്യായീകരണം BJPയുടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിലക്കയറ്റം ഇവിടെ ഞാനൊരു ചോദ്യത്തിനോട് ഉത്തരം പറയാലോ, മറുപടി പറയാമോ? ഇവിടെ പെട്രോൾ വിലയെ കുറിച്ചൊന്നും പറഞ്ഞു, അതിനെ കുറിച്ച് ചെറിയൊരു സമയം എടുത്തുകൊണ്ട് പറയാം. ഇവിടെ നിലവിലെ സംസ്ഥാന സർക്കാർ പെട്രോൾ വിലയിൽ ടാക്സ് ആയിട്ട് വാങ്ങുന്നത് 26 രൂപ 55 പൈസയാണ്. കേന്ദ്രം വാങ്ങുന്നത് വെറും 19 രൂപ 90 പൈസ. കേന്ദ്രം 2022 പെട്രോളിന് 8 രൂപ കുറച്ചു, ഡീസലിന് 6 രൂപ കുറച്ചു. 2022 പ്രശാന്ത്, എങ്ങനെ കണക്ക് അവതരിപ്പിച്ചാലും കേന്ദ്രത്തിന്റെ നികുതി ഘടനയാണ് പെട്രോളിന്റെ ഈ ഉയർന്ന വിലയ്ക്ക് കാരണം. പെട്രോളിന് 13 ഡീസലിന് 16 കുറച്ചു. കേരളം എന്താ ചെയ്ത്? ചോദ്യം കേരളത്തിൽ കൂട്ടി. കേന്ദ്രം പെട്രോളിന് വില കുറച്ചപ്പോൾ പിണറായി വിജയൻ കൂട്ടി. കണക്ക് വെച്ചോണ്ട് CPM-ന്റെ പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. കേരളം എപ്പോഴാണ് അവരുടെ 26 രൂപ 55 പൈസയിലെ പെട്രോളിന്റെ വില കുറച്ചിട്ടുള്ളത്? പ്രശാന്ത് ശിവൻ ഒരു സംഘടനയുടെ ജില്ലാ ഭാരവാഹിയല്ലേ? എങ്ങനെയാ പെട്രോളിന്റെ ടാക്സേഷൻ എങ്ങനെയാണ്? എങ്ങനെയാണ് ടാക്സേഷൻ? നിങ്ങൾ ടാക്സേഷൻ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഉൾപ്പെടുത്താൻ BJPക്ക് ധൈര്യമുണ്ടോ? പെട്രോൾ GST ഉൾപ്പെടുത്താൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? അടിസ്ഥാന ധാരണ വേണം. നിങ്ങൾ ഇവരെ കൂടി കേൾക്കണം. പ്രശാന്തിനോട് ചോദ്യം. ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ അല്ല ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റോഡോ അല്ലെങ്കിൽ കോച്ച് ഫാക്ടറിയില്ല, ഇവിടെ കർഷകരുടെ കാര്യങ്ങളാണ് പ്രത്യേകം ചോദിക്കുന്നത്. ആ കർഷകരുടെ കാര്യത്തിൽ ഇവിടെ നെല്ലെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് അരിയായി കൊടുത്താൽ മാത്രമേ സർക്കാരിന് കാശ് കിട്ടുള്ളൂ. ഇവിടുത്തെ സ്ഥിതി കൊയ്ത്ത് വീടെത്തുന്നതിന് മുമ്പ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കൊയ്ത്ത് മെഷീൻ്റെ ആൾക്കാർക്കും അതേപോലുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ വളരെ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ സർക്കാർ കട കൊടുക്കുന്നത് തെറ്റാണോ കർഷകർക്ക് വേണ്ടിയിട്ട്? അതാണ് എൻ്റെ ചോദ്യം. അതേപോലെ തന്നെ ഇവിടെ ഇതിനുള്ള ഒരു മറുപടി ഞാൻ പറയാം. ഇവിടെ ഇതിനുള്ള ഒരു മറുപടി പറയാം. ഇവിടെ ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാം. അല്ല ആ ചോദ്യത്തിനുള്ള മറുപടി ഉത്തരം പറയാവേണ്ട. ഒരു മിനിറ്റ്. അല്ല, മൈക്കെല്ലാവർക്കും കൊടുക്ക. BJP പ്രതിനിധിയോടാണ് ഉത്തരം പറയുന്നത്. ചോദ്യം ചോദിക്കട്ടെ. അല്ല, ചോദ്യം ചോദിക്കണം. ഇവിടെ കുറച്ച് പേർ മണിപ്പൂരിനെ പറ്റി പറയണത് കേട്ടു, ആങ്കർ അടക്കം. ഇവിടെ 70 കൊല്ലമായിട്ട് കശ്മീരിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും നമ്മൾക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കശ്മീരിൽ ഇന്ന് മോദി സർക്കാർ വന്നിട്ട് എല്ലാവർക്കും പോകാൻ പറ്റിയ സൗകര്യങ്ങളായിട്ടുള്ള ലാൽ ചൗക്കിൽ 70 കൊല്ലത്തിന് ശേഷം ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തി. നിങ്ങൾക്ക് ആർക്കും ഇവിടെ പറ്റിയിട്ടില്ലല്ലോ. ലക്ഷദ്വീപ്, ഇന്ത്യയിൽ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, ലക്ഷദ്വീപ് പറഞ്ഞൊരു ദ്വീപുണ്ട്. ഇന്ന് അവിടെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ്. അതിന് പുറമെ ഞങ്ങൾ മാപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, സ്ഥലം മാപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബിജെപിയുടെ പ്രതിനിധിയോടാണ്. CAA പൗരത്വ നിയമ ഭേദഗതി നിങ്ങളിപ്പോ നടപ്പിലാക്കി. നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട, നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറാണോ? മറുപടി പറയട്ടെ. ഇവിടെ ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരൊറ്റ ഇന്ത്യൻ പൗരന്റെയും പൗരത്വം എടുത്തു കളയുന്നതിനല്ല പൗരത്വ ഭേദഗതി നിയമം. 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 6 മതവിഭാഗങ്ങളിൽപ്പെട്ട് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് എത്തിയ ആളുകൾക്ക് പുതുതായി പൗരത്വം നൽകുന്നതിനാണ് നിയമം. ഇന്ത്യക്കാരന്റെ പൗരത്വം എടുത്ത് കളയുന്നതിനല്ല. ഇന്ത്യക്കാരന്റെ ഇവിടെ CPM ചോദിക്കുമ്പോൾ കോൺഗ്രസ് ചോദ്യമാണ്. ഇവിടെ വളരെ വ്യക്തമായി 2003 ഇങ്ങനെ മൗനി ബാബ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക്, അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക്, അവിടെ ആരൊക്കെ ന്യൂനപക്ഷങ്ങളായിട്ടുണ്ട്, അവിടുത്തെ അവിടെ വളരെ വ്യക്തമായി തന്നെ മൻമോഹൻ സിംഗ് പൂർത്തിയാക്കട്ടെ. അപ്പോ പൗരത്വം കളയാനല്ല, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഇനിയും മണ്ടന്മാരാക്കരുത്. ഇനി ഇവർ പറയുന്ന കൂടി കേട്ടിട്ട് മറുപടി ആകാന്നേ, അങ്ങനല്ലേ ചർച്ചയാവുള്ളൂ. ഇവിടെ ആ ഭരണഘടന ആർട്ടിക്കിൾ 14, ആ 14 വിരുദ്ധമായി നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഈ 3 രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന മൈഗ്രേറ്റ്സ് അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നു. അതിൽ 6 മതങ്ങളുടെ പേര് പറഞ്ഞു, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി, സിഖ്. ഒരു മതത്തിന്റെ പേര് പറഞ്ഞില്ല. അതുതന്നെയാണ് നിങ്ങളുടെ വർഗീയത ഇവിടെ കാണിക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നു. അത് തന്നെയാണ് പ്രശ്നം. രണ്ടാമതൊരു കാര്യം ഇത് ഞാനൊരു കാര്യം, RSSന്റെ സംഘപരിവാറിന്റെ തീരുമാനമാണ് ഈ രാജ്യം ഒരു മതരാജ്യമാക്കാനുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായി ആദ്യത്തെ സ്റ്റെപ്പാണെങ്കിൽ ഞാൻ പറയാം, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചാവറ്റുകോട്ടയിലേക്ക് ഈ CIM NRC വലിച്ചു കളയും. ബിജെപിയുടെ പ്രതിനിധി ജമ്മു കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 56 ഇഞ്ച് നെഞ്ചളവ് പറഞ്ഞ ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് പുൽവാമയിലെ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ ജമ്മുവിൽ ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് ഇപ്പോ ഈ വിജ്ഞാപനം വന്നല്ലോ. പ്രശാന്ത്, ഞാൻ ചോദിക്കുന്നത് 2019 ഇവിടെ
പ്രശാന്ത് 2019 ഡിസംബർ പ്രശാന്ത് അതിപ്പോ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. കേരളത്തിന്റെ ധനപ്രതിസന്ധിയിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വീണ്ടും തിരിച്ചടി. കേരള പാക്കേജ് അനുവദിക്കണം, കേരള പാക്കേജ് അനുവദിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് പറയുന്നു. അതുപോലെ ഈ CAA കോടതിയിലേക്ക് പോവുകയാണ്. ഇവിടെ കടമെടുത്താണ് സംസ്ഥാനം ഭരിക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ കടം എത്രയാണെന്നറിയോ? കേന്ദ്രത്തിന്റെ കടം എത്രയാണെന്നറിയോ? കേരളത്തിന്റെ എത്രയാണെന്നറിയുമോ? കേന്ദ്രത്തിന്റെ കടം 9 ലക്ഷം കോടിയാണ്. ആരോടാണ് ചോദ്യം? പ്രതിനിധിയോടാണ്. വളരെ ചുരുക്കം വാക്കുകളിൽ. അതായത് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ജയ് കിസാൻ ജയ് ജവാൻ പറഞ്ഞ അധികാരത്തിൽ വന്നു. ഇപ്പൊ കർഷകർ തെരുവിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് കർഷകർ തെരുവിൽ നിൽക്കുകയാണ്? ഇതാണോ BJPയുടെ നിലപാട്? രാജ്യത്ത് 11 കോടി കർഷകർക്കാണ് 6000 രൂപ വെച്ചുകൊണ്ട് കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കുന്നത്. ഇവിടെ ഡൽഹിയിലെ ജോർജ് സോറോസിന്റെ പണം വാങ്ങിക്കൊണ്ട് ചില കർഷകർ സമരം നടത്തുന്നുണ്ട്. എന്താണ് അവരുടെ ആവശ്യം? എന്താണ് ആവശ്യം പറയാൻ തരുന്നുണ്ടോ? ഇല്ല. ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറും. ഖാലിസ്ഥാനി ഭീകരവാദികളുടെ കൊടിനാട്ടും. ഖാലിസ്ഥാനി ഭീകരവാദികൾക്ക് ഇവിടെ 11 കോടി കർഷകർ, ഇതാണ് CPM-ന്റെ പ്രശ്നം. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് സജ്ജമല്ല. കോൺഗ്രസുകാർ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്നില്ലേ? ഇവിടെ ഈ വർഗീയ കക്ഷികള്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഗീയ കക്ഷികളെ താഴെ ഇറക്കാൻ വേണ്ടി എല്ലാ സാക്രിഫൈസും ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി മതേതര വോട്ടുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശുഭസൂചനകളാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകൾ പോകുന്ന കഥ പറയുമ്പോൾ ഇത് CPM-ൽ നിന്നും ആളുകൾ പോകുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഒരു MP കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയുന്നു. ഇന്ത്യയില് എന്റെ ആ BJPയുടെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കുക. ലോക പട്ടിണി സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് അറിയോ? പാകിസ്ഥാനും പുറകിലാണോ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അതുകൊണ്ട് ഈ ഒരു മാറ്റം, നാടിന്റെ ഒരു മാറ്റം, ആ മാറ്റത്തിനായി പുറകിൽ നിന്ന് കുത്താനാണ് CPM-ത്തിന്റെ ആ ശ്രമങ്ങളെല്ലാം തട്ടി നീക്കിക്കൊണ്ട് ഒരു പുതിയ അനുകൂല ഘടകങ്ങളെ കുറിച്ചാണ് പ്രശാന്ത് പറഞ്ഞത്. UDF-ന്റെ അനുകൂല ഘടകങ്ങളെ കുറിച്ചാണ് ഫാറൂഖ് പറഞ്ഞത്. എന്താണ് LDF-നെ സംബന്ധിച്ച പ്രതീക്ഷ? അനുകൂല ഘടകങ്ങളുണ്ടോ? UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ UDF-നെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. BJP ചാക്കുമായിട്ടാണ് നടക്കുന്നത്. ആ ചാക്കിൽ നിന്ന് ജയിച്ചു പോയാൽ വിലയ്ക്ക് വാങ്ങാനുള്ള പണം BJP അഴിമതി നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിലൂടെ സുപ്രീം കോടതി ആ വിധിയാണ് ഇപ്പൊ പുറത്തു വന്നത്. 10,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് കിട്ടിയത് സുപ്രീം കോടതി. പ്രശാന്തല്ല, സുപ്രീം കോടതിയാണ്. ഇലക്ട്രൽ ബോണ്ട് ആയിരുന്നു ഒരു വലിയ അഴിമതി. ആ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയാണ്. പ്രശാന്ത് നരേന്ദ്രമോദിയെ തിരുത്തിയത് ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ആ ഇലക്ട്രൽ ബോണ്ടിൽ 10,000 കോടി രൂപ, 10,000 കോടി ആ പണത്തിന്റെ ബലത്തിൽ പത്മജയെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ വിലയ്ക്ക് വാങ്ങാൻ തങ്ങൾക്ക് കിട്ടിയ 10,000 കോടി രൂപയിൽ നിന്ന് BJPയുടെ MLA-മാരെ MP-മാരെ വിലയ്ക്ക് വാങ്ങാൻ BJP തയ്യാറായി നിൽക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ആവേശം പാലക്കാട് അതിന്റെ കൊടുമുടിയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് തന്നെ ആവേശകരമായി പാലക്കാട് മുന്നോട്ട് പോകുന്നു. അതാണ് മൂന്ന് മുന്നണികളും ഇവിടെ അവതരിപ്പിച്ചത്. താങ്ക് യു.